ചെറുകഥാ പ്രസ്ഥാനം മലയാളത്തിൽ വളരെ പുഷ്ടി പ്രാപിച്ച ഒരു സാഹിത്യ ശാഖയാണ് ചെറുകഥകൾ. അതായത് പുരാതന കാലം മുതൽ തന്നെ പലതരത്തിലുള്ള കഥകൾ ജനങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലിരുന്നു. അപ്പോൾ സാഹിത്യത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള നിരവധി കഥകൾ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. ഫിക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കൽപ്പിത കഥയിൽ ഉൾപ്പെടുന്നതാണ് ചെറുകഥ. അത് ഭാവനയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. അപ്പോൾ ഒരേ ഒരു വസ്തുവിലോ മുഹൂർത്തത്തിലോ ഭാവത്തിലോ മാത്രം ശ്രദ്ധയെ നിലനിർത്തുകയും അതിൻ്റെ ആവിഷ്കൃതിക്കുതകുമാറ് എല്ലാ ശ്രമങ്ങളെയും സമാഹരിക്കുകയുമാണ് ചെറുകഥയുടെ സമ്പ്രദായം എന്ന് കൈരളിയുടെ കഥ എന്നുള്ള ഗ്രന്ഥത്തിൽ ചെറുകഥയ്ക്ക് നിർവചനം കൊടുത്തിട്ടുണ്ട്. ഒരേ ഒരു വസ്തുവിലോ മുഹൂർത്തത്തിലോ ഭാവത്തിലോ മാത്രം ശ്രദ്ധയെ നിലനിർത്തുക, അതിനുശേഷം അതിനെ ആവിഷ്കരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും സമാഹരിക്കും. ഇതാണ് ചെറുകഥ എന്നാണ് കൈരളിയുടെ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു സംഭവം സങ്കല്പിച്ച് അതിനനുസൃതമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുക, ഒരു കഥാപാത്രത്തെ സങ്കല്പിച്ച് അതിന് യോജിച്ച സംഭവം മെനഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് നോക്കി അതിനിണങ്ങുന്ന കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും സൃഷ്ടിക്കുക തുടങ്ങിയവയൊക്കെ തന്നെ ചെറുകഥകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ജീവിതത്തിലെ മർമ്മസ്പർശിയായ ഏതെങ്കിലും ഒരു സന്ദർഭമോ സംഭവമോ മാത്രം എടുത്ത് കലാപരമായി ആവിഷ്കരിക്കുന്നതാണ് ചെറുകഥ എന്ന് ചെറുകഥയെക്കുറിച്ച് നിർവചനം പറയും. ഇനി ചെറുകഥകൾ മലയാളത്തിൽ എന്നു മുതൽ എന്താണ് അതിൻ്റെ സ്വഭാവം എന്ന് പറയും. അപ്പോൾ മലയാള സാഹിത്യത്തിൽ പലതരത്തിലുള്ള കഥകൾ പണ്ട് മുതലേ പ്രചരിച്ചിരുന്നു. അപ്പോൾ അവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവ ആനുകാലിക പ്രശ്നങ്ങളൊന്നും തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാമൂഹിക കഥകളായിരുന്നില്ല അവ പുരാണങ്ങളും ഐതിഹ്യങ്ങളും ആയിരുന്നു. അപ്പോൾ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധമുള്ള ആധുനിക കഥകൾ ഉടലെടുത്തത് മറ്റ് ഗദ്യശാഖകൾ എന്ന പോലെ തന്നെ ഇംഗ്ലീഷ് സാഹിത്യവുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പം ആദ്യം അത്ഭുതം, വിനോദം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന കഥകളാണ് ഇംഗ്ലീഷ് കഥകളുടെ അനുകരണങ്ങളായിട്ട് ഉണ്ടായത്. കേസരി ബാലകൃഷ്ണപിള്ളയും MP പോളും മറ്റുമാണ് പുതിയ പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചത്. വിദ്യാവിനോദിനി, ഭാഷാപോഷിണി, രസികരഞ്ജിനി എന്നീ പത്രങ്ങൾ പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ അവയുടെ പംക്തികളിൽ കഥകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഇങ്ങനെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോന്, CS ഗോപാലപ്പണിക്കർ, അമ്പാടി നാരായണ പൊതുവാൾ തുടങ്ങിയിട്ടുള്ള ആദ്യകാല രചയിതാക്കൾ കഥയുടെ വേരുകൾ മലയാള സാഹിത്യത്തിൽ നട്ടുപിടിപ്പിച്ചു. കുഞ്ഞിരാമൻ നായനാർ നർമ്മബോധം കൊണ്ട് കഥകൾ എഴുതിയ വ്യക്തിയായിരുന്നു. അമ്പാടി നാരായണ പൊതുവാളിൻ്റെ കഥകൾ ഘടനാ വൈചിത്ര്യവും നിപുണവുമായ വസ്തുചിത്രീകരണമടങ്ങിയതാണ്. MRKC ചരിത്ര സംഭവങ്ങളെ മുൻനിർത്തിയാണ് രചന നടത്തിയത്. അതിനുശേഷം K. സുകുമാരനും EV കൃഷ്ണപിള്ളയുമാണ് ചെറുകഥകളെ വളർത്തിയത്. K. സുകുമാരൻ്റെ കഥകൾ പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടു. EVയുടെ കേളീസൗധം എന്ന ചെറുകഥാ സമാഹാരം അന്ന് വരെ നിലവിലിരുന്ന കഥാരചന രീതിക്കുണ്ടായിരുന്ന പോരായ്മകൾ പരിഹരിക്കുന്ന വിധത്തിലാണ് സംവിധാനം ചെയ്തത്. ചരിത്ര സംഭവങ്ങളും ഐതിഹ്യങ്ങളും ഉപേക്ഷിച്ച് സാമൂഹിക കാര്യങ്ങൾ കണക്കിലെടുക്കുക, വിനോദത്തോടുകൂടി ജീവിതത്തിലെ തീവ്ര പ്രഭാവങ്ങൾക്കു കൂടി സ്ഥാനം നൽകുക,
കൽപ്പിതത്വം ആശയാവിഷ്കരണത്തിന് കൊടുക്കുക എന്നിവ ഇ.വി.യുടെ ചെറുകഥയെ സംബന്ധിച്ച പരിഷ്കാരങ്ങളാണ്. മലയാള ചെറുകഥയുടെ നവീന കാലം 1930 ആരംഭിക്കുന്നത്. കേസരി ബാലകൃഷ്ണപിള്ള വിശ്വസാഹിത്യത്തിലുള്ള കൃതികൾ വിവർത്തനം ചെയ്തും നിരൂപണം ചെയ്തും പുതിയ രീതികളും ആശയങ്ങളും സാഹിത്യകാരന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. സമൂഹത്തിലെ വൈകൃതങ്ങൾ യഥാതഥമായി ശാസ്ത്രീയമായ ബോധത്തോടുകൂടി സൂക്ഷ്മമായി വർണ്ണിക്കുവാൻ അദ്ദേഹം ഉപദേശിച്ചു. മോപ്പസാങ്, മാക്സിം ഗോർക്കി, ടോൾസ്റ്റോയി, ടാഗോർ തുടങ്ങിയ വിശ്വ സാഹിത്യകാരന്മാരുടെ ചെറുകഥകൾ പരിചയപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തകഴിയും കേശവദേവും കഥകളുടെ കളരിയിൽ എത്തിയത്. സമുദായത്തിൻ്റെ അടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന അസാൻമാർഗികമായ നടപടികൾ വെളിച്ചത്ത് കൊണ്ടുവരുവാനാണ് ഈ സാഹിത്യകാരന്മാർ ശ്രമിച്ചത്. ദാമ്പത്യ ശൈഥില്യങ്ങളും ലൈംഗിക അരാജകത്വവും തകഴി തൻ്റെ കഥകളിൽ ചിത്രീകരിച്ചപ്പോൾ കേശവദേവ് ജാതീയവും സാമ്പത്തികവുമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾക്കു നേരെയാണ് തൻ്റെ പടവാളം ഓങ്ങിയത്. ചെറുകഥാ രചനയിൽ എസ്.കെ. പൊറ്റക്കാടിൻ്റെ രീതി വളരെ വ്യത്യസ്തമാണ്. കാവ്യാത്മകമായ പ്രതിപാദന ശൈലി കാൽപ്പനിക സൗന്ദര്യം കൊണ്ട് ആകർഷകമാക്കിയാണ് അദ്ദേഹം തൻ്റെ രചനകൾ നടത്തിയത്. അതിനുശേഷം ബഷീർ, പൊൻകുന്നം വർക്കി, ലളിതാംബിക അന്തർജനം, പി.സി. കുട്ടിക്കൃഷ്ണൻ, കാരൂര് തുടങ്ങിയിട്ടുള്ള നിരവധി പ്രതിഭകൾ മലയാള ചെറുകഥാ സാഹിത്യരംഗത്ത് കടന്നു വന്നു. കെ. സരസ്വതി അമ്മ, നാഗവള്ളി, ആർ.എസ്. കുറുപ്പ്, ഇ.എം. കോവൂര്, എം.ടി. വാസുദേവൻ നായർ, എൻ.പി. മുഹമ്മദ്, ടി. പത്മനാഭൻ, ചെറുകാട് തുടങ്ങി നിരവധി കഥാകൃത്തുക്കളും ആ സമയത്ത് തന്നെ ചെറുകഥയെ പരിപോഷിപ്പിച്ചവർ. ഇന്ന് മലയാള ചെറുകഥ അതിൻ്റെ ആധുനിക ഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏത് ഭാഷാ സാഹിത്യത്തോടും മത്സരിക്കാവുന്ന വിധത്തിൽ ചെറുകഥാ പ്രസ്ഥാനം ഇവിടെ വളർന്നു കഴിഞ്ഞു. നർമ്മകഥകൾ, കാൽപ്പനിക കഥകൾ, ജന്തുകഥകൾ, ആത്മനിഷ്ഠ കഥകൾ, ഭാവാത്മക കഥകൾ, യക്ഷിക്കഥകൾ, പ്രേതകഥകൾ, നാടോടി കഥകൾ, മനഃശാസ്ത്രപരമായിട്ടുള്ള കഥകൾ, കത്തുകളുടെ രൂപത്തിലുള്ള കഥകൾ തുടങ്ങിയ നിരവധി രീതിയിലുള്ള കഥകൾ തന്നെ നമ്മുടെ സാഹിത്യ പ്രസ്ഥാനത്തിൽ മലയാള സാഹിത്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന് സമയം വളരെ വിലമതിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ചെറുകഥകളുടെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ വളരെ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആത്മനിഷ്ഠമായ കഥകൾ തന്നെ വളരെ ചെറിയ മിനിക്കഥകളുടെ രൂപത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ആധുനിക യുഗത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമകാലിക ഭാവുകത്വത്തെ സ്വാധീനിച്ച അനേകം പേരെ ഇനിയും കഥാരംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ വളരെ സജീവമായിട്ടുള്ള ഒരു ശാഖയായി ചെറുകഥ ഇന്ന് മാറി. അപ്പോൾ ഈ വളർച്ചയ്ക്ക് സഹായിച്ച നവീന കഥാകൃത്തുക്കളിൽ ചിലരാണ് എൻ. പ്രഭാകരൻ, അശോകൻ ചെരുവിൽ, കൊച്ചുബാവ, അംബികാസുധൻ മങ്ങാട്, അഷിത, കെ. പി. സുധീര, ഇ. പി. സുഷമ, അക്ബർ കക്കട്ടിൽ, വി. ആർ. സുധീഷ്, സുഭാഷ് ചന്ദ്രൻ, സി. വി. ബാലകൃഷ്ണൻ, യു. കെ. കുമാരൻ, അഷ്ടമൂർത്തി, പി. കെ. പാറക്കടവ് തുടങ്ങി നിരവധി കഥാകൃത്തുക്കളുണ്ട്. അപ്പോൾ മലയാള കഥയുടെ സജീവമായ വർത്തമാനകാലത്ത് ഇവർ നിലകൊള്ളുക. അപ്പോൾ മലയാള സാഹിത്യത്തിലെ ഇന്ന് ഏറെ ശക്തമായിട്ടുള്ള രംഗം ചെറുകഥയാണ്.